ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടാൽ പുഴയിൽ നിന്ന് പിടിച്ച പച്ചമീൻ നേരിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെയാണ്. എന്നാൽ അതല്ല, തെറ്റി. ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ചത്തുപൊങ്ങിയ മീനുകളാണ് ഈ കാണുന്നത്. സംഭവിച്ചേക്കണമെന്ന് പറഞ്ഞാൽ മിനിയാന്ന് രാത്രിയിൽ മഴയത്ത് വ്യവസായ മാലിന്യം പുഴയിലേക്ക് ഭീകരമായ രീതിയിൽ തള്ളിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റെഗുലേറ്റർ കമ്പനീഷൻ്റെ ഷട്ടർ തുറക്കുമെന്നും അവർക്കറിയാം. ഇന്നലെ രാവിലെ മുതൽ തന്നെ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാണ്ട് മുകളിലേക്ക് പൊങ്ങ് നമ്മൾ PCBനെ വിവരം അറിയിച്ച് നേരിട്ട് പോയി കണ്ട് പരാതിയും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്കും ചത്തു പൊങ്ങാൻ തുടങ്ങി. റെഗുലേറ്റർ കമ്പനീൻ്റെ ഷട്ടറുകളും വൈകുന്നേരമായപ്പോൾ 3 തുറന്നു. ഇപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കും വെള്ളം വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാപ്പുഴ, കോതാട് ഈ മേഖലകളിലൊക്കെ എല്ലാം മീനുകൾ ഒരുപാട് ചത്തു പൊങ്ങിയിട്ടുണ്ട്. ഈ ആലുവയിൽ നിന്നുള്ള ഈ ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് ഒഴുക്കിയത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ മത്സ്യക്കുരുതിക്ക് കാരണം. ഈ കാണുന്ന മത്സ്യങ്ങൾ മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് മത്സ്യങ്ങൾ, ചെറിയ മത്സ്യങ്ങളുണ്ട്. ഇവർക്കൊന്നും ഈ വെള്ളത്തിൽ അതിജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു സാഹചര്യമാണുള്ളത്. ഈ ഫാക്ടറികളിൽ നിന്നുള്ള ഈ മാലിന്യങ്ങൾ ഇത്തരത്തിൽ ഒഴുക്കാൻ അനുമതി കൊടുക്കുന്ന ഈ ഉദ്യോഗസ്ഥർ അവരറിയണം, ഈ പറയുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളിലൊന്നാണ് നമ്മുടെ ഈ കായലുകളും ഈ പുഴകളുമെല്ലാം. തീർച്ചയായിട്ടും